നല്ല 4K അത്ര ദൂരം സൂമുള്ള മൊബൈൽ ഫോണുകൾ ആളുടെ കയ്യിൽ ഇരിക്കുന്നത്. നമ്മൾ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ ഒരു മൂലയ്ക്കിരുന്ന് ഭക്ഷണം കഴിച്ച് വീട്ടിലെത്തി 10 മിനിറ്റ് കഴിയുമ്പം നമ്മൾ നോക്കുമ്പം നമ്മൾ ഫാമിലി ആയിട്ടിരുന്ന് ഭക്ഷണം കഴിക്കുന്നതും സാധാരണക്കാരനെ പോലെ ഭക്ഷണം കഴിക്കുന്ന പിഷാറിനെ കണ്ടോ എന്ന് പറഞ്ഞാൽ എന്താ പറയാൻ പറ്റും. പിന്നെ ഞങ്ങളൊക്കെ പഞ്ചായത്ത് പ്രസിഡന്റ് വന്നിട്ടാണ് ഞങ്ങൾക്ക് ചോറ് വരെ തന്നെ എന്ന് പറഞ്ഞ് നാട്ടുകാർ കമന്റ് വിടും. വെറുതെ വെള്ളം കുടിക്കുമ്പോൾ ഒരു ദിവസമായിട്ട് സാധാരണക്കാരനെ പോലെ വെള്ളം കുടിക്കുന്ന പിഷാറിനെ കണ്ടോ വെച്ചാൽ എന്ത് പറയാനാണ്. നമ്മളെ നാട്ടുകാരെ കൊണ്ട് ചീത്ത വിളി ഏൽപ്പിക്കുക, അവരുടെ റീച്ച് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഇതിൽ ഞാൻ ഒരിടത്ത് പറഞ്ഞതുപോലെ ഇവരത് കൃത്യമായിട്ട് മാനിപ്പുലേറ്റ്, ഒന്നുകിൽ ജനങ്ങളെ ഇതിന്റെ ബോധവൽക്കരിക്കണം. അത് ചെറിയൊരു കാര്യമല്ല. അത് ബോധവൽക്കരിച്ച് എന്ന് പറയുന്നത് എത്തൂല, അത്ര ഉണ്ട്. ഞാൻ ഈ ഇടയ്ക്ക് ഒരു ദിവസം ഞാനൊരു ഇന്റർവ്യൂ പറഞ്ഞാണ്, മഞ്ജു വാര്യരുടെ ഫോട്ടോ ഇട്ടിട്ട് നവ്യ നായരെ കാണാൻ എന്ത് സുന്ദരിയാണല്ലേ എന്ന് ക്യാപ്ഷൻ ഇടും. അപ്പൊ കുറെ പേര് വന്നിട്ട് ഇത് മഞ്ജു വാര്യരാന്ന് കമന്റ് ഇടുന്നു. കുറച്ച് പേര് വന്നിട്ട് കമന്റ് ഇടാണ്, എടാ ഇത് നിന്നെ പറ്റിക്കുകയാണ്, നീയൊക്കെ കമന്റ് ഇടാൻ വേണ്ടിയാണ് കമന്റ് ഇട്ടതെന്ന് പറഞ്ഞാൽ ഇവൻ കമന്റ് ഇടും. ഇവനൊക്കെ ഒറ്റ കുഴിയിലാണ് കിടക്കണത്. തിരുത്താൻ വന്നവനും അതേ കുഴിയിലാണ് കിടക്കുന്നത്, എഴുതിയവനും ഇതേ കുഴിയിലാണ് കിടക്കുന്നത്. റീച്ച് ഉണ്ടാക്കുക, എൻഗേജ്മെന്റ് ഉണ്ടാക്കുക, അതൊക്കെ നിർദോഷകരമായി ഇതൊക്കെ ആൾക്കാരുടെ കയ്യിലുള്ളപ്പോൾ നടക്കുന്നത്. ഞാൻ അവിടെ ഉണ്ടായിരുന്ന ആളാണ്. ഇന്നലെ ആ സമയം അത്രയും രാവിലെ തൊട്ട് വൈകുന്നേരം വരെയും അവിടെ ഉണ്ടായിരുന്ന ഒരാളാണ്. അത്രയും മനസ്സ് വേദനിച്ചിട്ടാണ് ഈ മാധ്യമ പ്രവർത്തനവും ഈ ഓൺലൈൻ കാര്യം. എല്ലാവരും പലരും നമ്മുടെ സുഹൃത്തുക്കളുണ്ട്, സഹപ്രവർത്തകരുണ്ട്. നിങ്ങൾ പറഞ്ഞതുപോലെ സിനിമയുടെ പ്രൊമോഷനെ സഹായിക്കുന്നവരുണ്ട്. പല കാര്യങ്ങളിലും ആനുകാലികം എന്നുള്ള വാക്കിപ്പില്ലല്ലോ, നിമിഷമേ ഉള്ളൂ. അത് അപ്പം തന്നെ ജനങ്ങളിൽ എത്തിക്കുന്നുണ്ട്. അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളെയൊക്കെ 100% അഭിനന്ദിക്കുന്നു, അതെല്ലാം 100% അംഗീകരിക്കുന്നു. നല്ല കാര്യങ്ങളെക്കുറിച്ചോ ആ പ്രസ്ഥാനങ്ങൾ കൂട്ടിക്കെട്ടണമെന്നോ ഒന്നുമല്ല പറയുന്നത്. ഇത് ചില സന്ദർഭങ്ങളിൽ ഒരു വിവേകപൂർണമായ പെരുമാറ്റം, ഒരു അഗ്രസീവായി കണ്ടന്റ് എടുക്കാനുള്ള ശ്രമത്തിൽ നിന്ന് ഇവരൊന്ന് പിന്മാറുകയും ഗവൺമെന്റ് തലത്തിൽ ഇത് ലൈസൻസ്ഡ് ആകുകയും ചെയ്യുന്നത് വളരെ നല്ലതാണെന്നൊരു അഭിപ്രായം എനിക്കുണ്ട്.